പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലെ പുതിയൊരു വാർത്തയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AP സബാഹ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുന്ന കാഴ്ചകളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മതിലിനോട് ജാമായിക്കുന്ന ഈ ഭാഗങ്ങൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഒഴിഞ്ഞു കിടക്കുന്ന ഈ ചാലിൽ പമ്പിട്ടാൽ വെള്ളം ഒഴുകാനുള്ള സൗകര്യം വേറെ ഒരുക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ തൽക്കാലം വാഹന ഗതാഗതത്തിന് ഈ ഒരു സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ അവർ തേടിയിട്ടുണ്ട്. തൊട്ടടുത്ത സമയങ്ങളിലായിട്ട് അതിൻ്റെ ഒരു പരിഹാര മാർഗ്ഗം കാണും. അപ്പോൾ അതായത് ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയ ശാശ്വത പരിഹാരങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, ഇവിടുത്തെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അതല്ലെങ്കിൽ വാർഡ് മെമ്പറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരൊക്കെ അതിനുവേണ്ട ഉചിതമായ തീരുമാനങ്ങൾ എന്തായാലും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, എന്ത് കാര്യം വരുമ്പോൾ എവിടെയെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ അത് അവനവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള ചില കാരണങ്ങളും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ പൊതുപ്രവർത്തനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊതു നന്മക്കായിട്ട് ഉപയോഗപ്പെടുത്തുക. ആദർശങ്ങളും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാണ് എങ്കിലും ഇതിൻ്റെയൊക്കെ ഫൈനലി ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യങ്ങൾ, മനുഷ്യ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതിനൊക്കെയാണ്. മാമ്പ്ര APSLM മാമ്പ്ര നെച്ചിക്കുണ്ട് റോട്ടിൽ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് റോഡ് ഇടിഞ്ഞു പോവുകയുണ്ടായി. റോഡ് ഇടിഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സുപ്രധാന റോഡാണ്. ആ റോഡാണ് ഇടിഞ്ഞു പോയത്. ഈ റോഡ് ഇടിഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ആരുടെയും അനാസ്ഥ കൊണ്ട് ഇടിഞ്ഞു പോയതല്ല, മഴക്കെടുതിയുടെ ഭാഗമായിട്ട് ഇടിഞ്ഞു പോയതാണ്. അതുമാത്രമല്ല, ഈ റോഡിൽ സൈഡിലൂടെ പൈപ്പ് ലൈൻ KWAയുടെ പൈപ്പ് ലൈൻ കീറിയതുമായി ബന്ധപ്പെട്ടിട്ട് റോഡിന് ബലക്ഷയം സംഭവിച്ചിട്ടാണ് റോഡ് ഇടിഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ മഴയുടെ ആധിക്യവും ഒക്കെ കാരണമാണ് റോഡ് ഇടിഞ്ഞു പോയിട്ടുള്ളത്. പക്ഷേ ആ റോഡ് ഇടിഞ്ഞു പോയ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നടപടികളുമായി ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള റോഡാണ്. സ്വാഭാവികമായിട്ട് ജില്ലാ പഞ്ചായത്ത് പദ്ധതി വെച്ച് മാർച്ച് മാസത്തിൽ പദ്ധതികളൊക്കെ വെച്ച് അംഗീകാരം വാങ്ങിയതിന് ശേഷമാണ് ഈ റോഡ് ഇടിഞ്ഞു പോയത്. അപ്പോൾ അതിനുശേഷം എത്രയും പെട്ടെന്ന് ഈ റോഡിനാവശ്യമായ തുക ലഭ്യമാക്കണമെന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന മെമ്പർ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീബ അസീസും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ അടക്കം, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രധാന സാന്നിധ്യങ്ങളായ ബാവാക്ക, അനീഫാക്ക, മുസ്തഫ അടക്കമുള്ള ആളുകളൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് ഒരു റിവിഷൻ വന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടൊരു പദ്ധതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ പദ്ധതിയിലേക്ക് പുതിയ പദ്ധതികൾ കൂട്ടിച്ചേർക്കാനും അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ, നിലവിലുള്ള പദ്ധതികൾ മാറ്റി പുതിയ പദ്ധതികൾ കൂട്ടിച്ചേർക്കാനൊക്കെ റിവിഷൻ വരേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ റിവിഷൻ സ്വാഭാവികമായിട്ട് ആ സമയങ്ങളിലൊന്നും വന്നിട്ടില്ല. കാരണം വരാത്തതിൻ്റെ കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അത് കഴിഞ്ഞ് റിവിഷൻ വന്ന സമയത്ത്, റിവിഷൻ വരുന്നത് ഒക്ടോബർ 4-ാം തീയതിയാണ്, ഈ വരുന്ന 4-ാം തീയതിയാണ്. ആ റിവിഷൻ വന്ന സമയത്ത് തന്നെ ഇതിനാവശ്യമായ തുക, ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ജുബൈരിയ ഇടപെട്ടുകൊണ്ട് റഫ് എസ്റ്റിമേറ്റ് എടുക്കുകയും ആ റഫ് എസ്റ്റിമേറ്റിൽ കാണിച്ച 22 ലക്ഷം രൂപ, ഇതിനാവശ്യമായ തുക 22 ലക്ഷം രൂപയാണ്. ആ 22 ലക്ഷം രൂപയുടെ പദ്ധതിക്കാവശ്യമായ നടപടിക്രമങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ നടന്നു വരികയാണ്. സ്വാഭാവികമായിട്ട് ആ ഫണ്ട് ഒക്ടോബർ 4-ാം തീയതിയാണ് നമുക്ക് അംഗീകാരമായിട്ട് വരിക. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഇത് സ്വാഭാവികമായി ഒരു നാട്ടിൽ സംഭവിക്കുന്ന സംഭവവികാസമാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ NH66 സംഭവിച്ചത്. NH66 ഉദ്ഘാടനം ഈ ജൂണിൽ ഈ റീച്ചിൻ്റെ ഉദ്ഘാടനം നടത്തണം എന്നുള്ള രൂപത്തിൽ പ്രവർത്തികളുമായി മുന്നോട്ട് പോവുകയെന്ന്, ടോൾ പ്ലാസകളടക്കം ഉദ്ഘാടനം കാത്ത് പണി പൂർത്തിയായി നിൽക്കുന്ന സമയത്താണ് നമ്മളെ കൂരിയാടിൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ളൊരു സംഭവം നടന്നത്. അത് ആരുടെയും കുറ്റമല്ല. പക്ഷേ അത് നടന്നതിന് ശേഷം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. അവിടെ ബയോഡക്റ്റ് പാലം വരണം എന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ബയോഡക്റ്റ് പാലവുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നു, നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു പ്രകൃതി ക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നു. അപ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് ഇവിടുത്തെ ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഇവിടുത്തെ പൊതുപ്രവർത്തകരൊക്കെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇന്നലെ 2-3 ദിവസമായിട്ട് ഇവിടെ കാണുന്നൊരു സംഗതി, ഒരു ഉപരോധം, റോഡ് ഉപരോധം.
എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കണ്ടു DYFIയുടെ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട DYFIയുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, കൽപ്പകഞ്ചേരി പഞ്ചായത്തിനെതിരെയും പുതിയ 15-ാം വാർഡ്, പഴയ 15-ാം വാർഡിനെതിരെയും വികസനത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഒരു ആഭാസ സമരവുമായി മുന്നോട്ട് വരികയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ഏതൊരു പൊതുജനത്തിനോടും ചോദിച്ചാൽ ഈ വാർഡിൽ നടക്കാത്ത ഒരു വികസന പ്രവർത്തനവും ഇല്ല. ഈ വാർഡിലെ ജനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഈ വാർഡിനകത്ത് നടന്നിട്ടുണ്ട്. ഒരു പ്രവർത്തനം നടക്കാത്തില്ല. ഈ വാർഡ് മെമ്പറെക്കുറിച്ച് ആർക്കും ഒരു രണ്ടഭിപ്രായമില്ല. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ? തെരഞ്ഞെടുപ്പാണല്ലോ വരാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം, ഒരു 4 വോട്ട് കൂടുതൽ കിട്ടുമോ എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപരോധ സമരമാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് നടക്കുന്നതാണ് കേൾക്കുന്നത്. അതെന്തോ നടക്കട്ടെ, ജനാധിപത്യ രീതിയിലുള്ള സമരമുറകളൊക്കെ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ റോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സമയമെടുക്കും. നമ്മളെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം മഴക്കാലത്ത് റോഡിൻ്റെ വർക്കിൽ തൊടാൻ നമ്മൾ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കില്ല. മൺസൂൺ കാലം കഴിയാതെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മൺസൂണിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഒക്ടോബർ മാസമാണ്, ഒക്ടോബർ മാസത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇത് ഇത്രയും താഴ്ചയിൽ നിന്ന് കെട്ടിപ്പൊന്തിച്ച് കൊണ്ടുവന്ന് മേലെ ബെൽറ്റ് ഇടണം. സ്വാഭാവികമായിട്ടും മഴ മാറി നിൽക്കാതെ, അതൊരു കുളവും കൂടിയാണ്, മഴ മാറി നിൽക്കാതെ വർക്ക് തുടങ്ങാൻ ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കില്ല. നമ്മൾ എത്ര പ്രഷർ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതുവരെ ഇവിടുത്തെ ഗതാഗതത്തിന് തടസ്സം നേരിടരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ചപ്പോൾ പഞ്ചായത്തിലെ AE വന്നിരുന്നു. അവരൊക്കെ കൂടിയാലോചിച്ച് ചെറിയ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗതത്തിന് തടസ്സം കൂടാതെ, ഗതാഗത തടസ്സം നേരിടാതെ നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടി, വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ അല്ലേ, മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ആ സംവിധാനം തയ്യാറാക്കാൻ കഴിയും. കാരണം ചില മെറ്റീരിയൽസ് നമുക്ക് കിട്ടേണ്ട അവൈലബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. കാരണം വലിയ പൈപ്പൊക്കെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടേണ്ട ഒരു പ്രയാസമുണ്ട്. അത് കിട്ടുന്ന മുറക്ക് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ റോഡിൻ്റെ പൂർണ്ണ ഗതാഗതത്തിലേക്ക് നമുക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഈ ഭാഗം ഇടിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രശ്നമില്ലാത്ത രൂപത്തിൽ ഓവർലോഡ് ഇല്ലാത്ത വണ്ടികൾ, സാധാ കാറും അടക്കമുള്ള ലൈറ്റ് വെഹിക്കിൾസ് ഒക്കെ പോകുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നലെയും തീരുമാനിച്ചതല്ല. കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വാർഡ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ വാർഡ് മെമ്പറൊക്കെ കൂടിയാലോചിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. കാരണം ഇതൊരു വലിയൊരു പ്രയാസമായി നിൽക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കാരണം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ സമയം വൈകും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരിക എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് ധാരണയില്ല. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഈ ഗതാഗതം തടസ്സപ്പെടരുത് എന്നുള്ളതിൻ്റെ നിലക്ക് 15 ദിവസം മുമ്പ് തന്നെ വാർഡ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും വാർഡ് മെമ്പറൊക്കെ കൂടിയാലോചിച്ചൊരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഈ റോഡിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള റോഡായതുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ AE വന്ന് നോക്കി അതിന് നമുക്ക് കൺസേൺ തരാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതെല്ലാ സ്ഥലത്തുള്ള അവസ്ഥ അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡിസാസ്റ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം കൂടി ആയതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ജുവേരിയ നിരന്തരമായി AEയെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്ന സമയമാണ്. കാരണം പുതിയ പദ്ധതികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നത് നല്ല തിരക്കുള്ള സമയമാണ്. അപ്പോൾ അവരുടെ ഒരു ഒഴിവാണ് ഇന്ന് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് AE ഇന്ന് വന്ന് നമുക്കത് ചെയ്യാനുള്ള ഒരു അനുമതി തന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ എന്നും നിന്നിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാവരും. ഈ നാട്ടിലെ ഏതൊരു പ്രശ്നത്തിൻ്റെ മുമ്പിലും ഏതൊരു പ്രയാസത്തിൻ്റെ മുമ്പിലും രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൂടെ ഒന്നിച്ച് നിന്ന് ചേർന്ന് നിന്നിട്ടുള്ളവരാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഇവിടുത്തെ മെമ്പർമാരും എല്ലാവരും. ഇപ്പോൾ ബാവാക്കൊക്കെ ഒരുപാട് കാലം ഈ പ്രദേശത്ത് പ്രതിനിധീകരിച്ച മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു ചേർത്ത് പിടിക്കലും ആ ഒരു കൂടെ നിൽക്കലും എന്നും ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.